ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മ പറയില്ലേ ലാലേട്ടന്റെ കണ്ണുകൾ വരെ അഭിനയിക്കുന്നു പറയില്ലേ, അതെല്ലാം ഇതിൽ മൂവിയാണ്. ഫാമിലി ഡ്രാമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിലിമാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുമോ? ഫാമിലിക്കേ ഇഷ്ടപ്പെടും. ഇതിനു വേണ്ടിയാണോ നല്ല കിഴിലെ വിഷ്വൽസ്. മോഹൻലാൽ തുടരും. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. സൂപ്പറാണ്. ഫസ്റ്റ് വാച്ചിങ് തിയേറ്റർ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? മഴ തോർന്ന് കിട്ടിയതുപോലെ അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. അടിപൊളിയാണ്. നല്ല സിനിമയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട്. അടിപൊളി പടം. കംബാക്ക് അല്ല, മോഹൻലാൽ ഉണ്ടല്ലോ ഓൾറെഡി. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഉള്ള അടിപൊളി പടം. അതിന്റെ മുകളിൽ നിൽക്കുന്ന കിട്ടിലെ സിനിമയാണ് ഓപ്പറേഷൻ ജാവ. അതുപോലെ തന്നെ സൗദി വെള്ളക്കയ്ക്ക് മുകളിൽ നിൽക്കുന്ന അടിപൊളി പടം. നല്ല ഡയറക്ഷൻ, അതുപോലെ തന്നെ ഓരോ ഷോട്ടുകളും BGM ഒക്കെ അടിപൊളി. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു കുടുംബ ചലച്ചിത്രമായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചു വന്നത്. പക്ഷെ അതിന്റെ മുകളിലാണ് ഇത്. സാധാരണക്കാരിടയിൽ ഉദ്യോഗസ്ഥ ലോബി അടിച്ചേൽപ്പിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ് ഇത്. സാധാരണക്കാരെ കാണാൻ കണ്ടിരിക്കണം. പടം ഞാൻ പറഞ്ഞില്ലേ, പടം സൂപ്പർ പടം. അതായത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പടമാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ നമുക്ക് ദൃശ്യത്തിലെയും പുലിമുഖരിലെയും മുരുകനിലെയും കിരീടത്തിലെയും ലാലേട്ടനെ നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. അതായത് ഇതിനകത്തൊക്കെ ഇത് സാധാരണ ഒരു ലോറി ഒരു ഡ്രൈവറുടെ കഥ. അതിൽ നിന്നുകൊണ്ട് സംഭവിക്കുന്ന ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് എവിടം വരെ കൊണ്ടെത്തിക്കും. ഇതിലൂടെ നമുക്കൊരു തടകം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആരാന്നറിയാമോ? നമ്മൾ സ്ഫടികം ചോർന്ന് പറഞ്ഞ ജോർജ് ചേട്ടനെ നമുക്ക് സ്ഫടികത്തിൽ കിട്ടിയപ്പോൾ ഇതിൽ തുടരും ചോർന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് ഇതിലൂടെ കിട്ടും. കാരണം പഴയ NFRSനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ഒരു നടനാണ് ഇതിനകത്തുള്ള നടൻ. ആരാധന ഞാൻ പറയില്ല, അത് നിങ്ങൾ കണ്ടു തീരുമാനിക്കുക. ശബ്ദം കൊടുത്ത ഷമ്മി തലയൻ.